എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCK വെബ്സൈറ്റ് വഴി, അതായത് ഈ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷന് കീഴിലുള്ള, അതായത് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജ് അസോസിയേഷന് കീഴിലുള്ള കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള BSc നഴ്സിംഗ്, അതുപോലെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അതുപോലെ MSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ വെരിഫിക്കേഷൻ ഡാറ്റ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനുള്ള സൗകര്യം ജൂലൈ 24 വൈകുന്നേരം 5 മണി വരെ AMCS FNCK വഴി ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾ അതിനായിട്ട് ചെയ്യേണ്ടത് അഡ്മിഷൻസ് 2024 എന്നുള്ള, അതായത് AMCSFNCK.com വെബ്സൈറ്റിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് കോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്തത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഷെഡ്യൂളും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു ഷെഡ്യൂൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കംപ്ലീറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതുപോലെ ലിസ്റ്റ് ഓഫ് പെൻഡിങ് ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ റിജക്റ്റഡ് ആപ്ലിക്കേഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ലിസ്റ്റഡ്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് പെൻഡിങ് ആപ്ലിക്കേഷൻ എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു പേജ് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു പേജ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് ഇവിടെ പെൻഡിങ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ പെൻഡിങ് ആപ്ലിക്കേഷൻ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഏതൊക്കെ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനാണ് പെൻഡിങ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ എന്താണ് ആപ്ലിക്കേഷനിലെ തെറ്റ്, അതായത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പെൻഡിങ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇവിടെ ഒരു വിദ്യാർത്ഥിയുടെ നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം, നോട്ട് അപ്ലോഡഡ് ദ സ്കാൻഡ് കോപ്പി ഓഫ് കമ്മ്യൂണിറ്റി ഓർ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ബൈ റവന്യൂ അതോറിറ്റീസ്, അതുപോലെ തന്നെ വില്ലേജ് ഓർ താലൂക്ക് ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു വിദ്യാർത്ഥിയുടെ നോക്കുന്ന സമയത്ത് SSLC ബുക്കിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി അല്ലെങ്കിൽ ഇക്വലൻ്റ് ബോർഡ് സർട്ടിഫിക്കറ്റ്, പ്രൂഫ് ഓഫ് ഏജ് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്, അതുപോലെ തന്നെ മൈനോറിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, റവന്യൂ അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നോ താലൂക്ക് ഓഫീസിൽ നിന്നോ ലഭിച്ച സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ഈസ് നോട്ട് എലിജിബിൾ, അപ്ലോഡ് ദ ക്ലിയർ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ക്ലിയർ അല്ല എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ 250 KB-ക്കും 500 KB-ക്കും ഇടയിലുള്ള ഫയൽ സൈസിലുള്ളത്, അതുപോലെ വായിക്കാനായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികളുടെയും ആപ്ലിക്കേഷൻ വല്ല തെറ്റുകൾ എന്തൊക്കെയാണുള്ളത് ഇവിടെ പ്രത്യേകം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. ഇനി ലിസ്റ്റ് ഓഫ് റിജക്റ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് റീസൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ, അതായത് 3 വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനാണ് ഇവിടെ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നോട്ട് എലിജിബിൾ ആസ് പെർ ദ +2 സ്കോർ കാർഡ് സബ്മിറ്റഡ്, അതായത് നിങ്ങൾ +2 ജയിച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു സ്കോർ കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു രീതിയിൽ, അതായത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ തെറ്റ് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവർ നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ തെറ്റുകൾ തിരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തെറ്റുകൾ തിരുത്തുന്നതിനായിട്ട് അതിനു മുമ്പായിട്ട് കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു പേജ് ലോഡാവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഈ ഒരു പേജ് ലോഡായിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ജസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ അല്പസമയം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പേജ് ലോഡാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇനി ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇൻസ്ട്രക്ഷൻസിൽ നിങ്ങൾക്ക്, അതായത് MSc, അതുപോലെ തന്നെ BSc, അതുപോലെ തന്നെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എന്നിങ്ങനെയുള്ള ഏതൊരു നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്കും സെയിം ഇൻസ്ട്രക്ഷൻസ് തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 22 വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപേക്ഷകർക്ക് ഏതെങ്കിലും തിരുത്തലുകളോ അല്ലെങ്കിൽ അതിൽ തിരുത്തലുകളിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, റിലീജിയൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, എക്സാം ബോർഡ് ആൻഡ് മാർക്ക് ഫോർ PCB and EE, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയിൽ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ജൂലൈ 24 വൈകുന്നേരം 5 മണിക്കുള്ളിൽ admission@amcsfnck.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു എന്താണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയിക്കേണ്ടതാണ്. ഇമെയിലിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് അപേക്ഷയുടെ നമ്പറും അപേക്ഷകൻ്റെ പേരും നിർബന്ധമായിട്ടും ചേർക്കണം. അപേക്ഷകരുടെ ഇത്തരം നിർദ്ദേശങ്ങൾ അവർ നേരത്തെ ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകളും സർട്ടിഫിക്കറ്റുകളും സ്കാൻ ചെയ്ത കോപ്പികളുമായി ഒത്തുനോക്കിയ ശേഷം മാത്രം ആവശ്യമെങ്കിൽ മാത്രമേ തിരുത്തലുകൾ വരുത്തുള്ളൂ. എന്നാൽ മറ്റ് തിരുത്തലുകൾ, അതായത് എഡിറ്റ് മൈ ആപ്ലിക്കേഷൻ
അപേക്ഷകർക്ക് തങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അസോസിയേഷൻ്റെ വെബ്സൈറ്റ് വഴി തിരുത്താവുന്നതാണ്. അത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് മറ്റ് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താവുന്നതാണ്. ഇനി BSc MSc പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് വെബ്സൈറ്റിൽ അറിയിച്ചിട്ടുള്ളതുപോലെ പ്രവേശനത്തിനായിട്ടുള്ള ആദ്യ ഓൺലൈൻ അലോട്ട്മെൻറ്റ് ജൂലൈ 29 വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം റവന്യൂ അധികാരികളിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലാത്തവർ കമ്മ്യൂണിറ്റി അലോട്ട്മെൻറ്റ് ആവശ്യമെങ്കിൽ കമ്മ്യൂണിറ്റി ഓർ ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി ജൂലൈ 24 നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് അസോസിയേഷൻ വെബ്സൈറ്റ് വഴി അപ്ലോഡ് ചെയ്യുക. കമ്മ്യൂണിറ്റി ഓർ ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഓപ്പൺ മെറിറ്റ് കാറ്റഗറിയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ലിസ്റ്റ് ഓഫ് കംപ്ലീറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഓൺലൈനിൽ പൂർണ്ണമായും പൂരിപ്പിച്ച് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകളുടെ ലിസ്റ്റാണിത്. ഏതെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ admission@amcsfnck.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് ജൂലൈ 24 അറിയിക്കുക. ഇമെയിലിൻ്റെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് അപേക്ഷയുടെ നമ്പറും അപേക്ഷൻ്റെ പേരും നിർബന്ധമായിട്ടും ചേർക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ലിസ്റ്റ് ഓഫ് പെൻഡിങ് ആപ്ലിക്കേഷൻ ആണ്. അസോസിയേഷൻ ഓഫീസിൽ ലഭിച്ച അപേക്ഷകളിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉള്ളവയാണ് ഉണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റിലുള്ളത്. ആവശ്യമുള്ള രേഖകൾ ജൂലൈ 24 നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് അസോസിയേഷൻ വെബ്സൈറ്റ് വഴി അപ്ലോഡ് ചെയ്യുക. കമ്മ്യൂണിറ്റി ഓർ ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഓപ്പൺ മെറിറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ലിസ്റ്റ് ഓഫ് റിജക്റ്റഡ് ആപ്ലിക്കേഷൻ അപേക്ഷയുടെയും സർട്ടിഫിക്കറ്റ് കോപ്പികളുടെയും പരിശോധനയിൽ അയോഗ്യമായി നിരസിച്ചിട്ടുള്ളതിൻ്റെ കാരണവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി ഡാറ്റ വെരിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ അപേക്ഷകർക്ക് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷകൾ കാണാവുന്നതാണ്. കോളേജ് പ്രിഫറൻസിന് കീഴിൽ പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് കൂടി ചേർക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ എഡിറ്റ് മൈ ആപ്ലിക്കേഷൻ അപേക്ഷയിൽ തന്നെ നേരിട്ട് ഓൺലൈനായിട്ട് അത് ചെയ്യാവുന്നതാണ്. ഒറിജിനൽ അപേക്ഷയിൽ നേരത്തെ തിരഞ്ഞെടുത്തിട്ടുള്ള കോളേജുകളോ അവയുടെ മുൻഗണനാക്രമമോ മാറ്റുന്നതിന് സാധിക്കുന്നതല്ല. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ നെയിമോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ അതുപോലെ റിലീജിയൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എക്സാം ബോർഡ് അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്ക് ഇവയിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ജൂലൈ 24 വൈകുന്നേരം 5 മണിക്കുള്ളിൽ admission@amcsfnck.com എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് അറിയിക്കേണ്ടതാണ്. ഇമെയിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് അപേക്ഷയുടെ നമ്പറും അപേക്ഷൻ്റെ പേരും നിർബന്ധമായിട്ടും ചേർക്കേണ്ടതാണ്. അപേക്ഷകരുടെ ഇത്തരം നിർദ്ദേശങ്ങൾ അവരുടെ നേരത്തെ ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകളുമായി ഒത്തുനോക്കിയ ശേഷം മാത്രം ആവശ്യമെങ്കിൽ മാത്രമേ ഇത് തിരുത്തലുകൾ വരുത്തുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു AMCS-FNCK-യുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾക്കായിട്ട് കറക്റ്റായിട്ട് ഡെയിലി ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.